ടെക് ആർട്ട് വ്ലോഗ് സഫാരി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് പെയിൻറ്റിങ്സും ഫോട്ടോസും ഒക്കെ ഫ്രെയിം ചെയ്യാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഒരു അടിപൊളി പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ 2021 അടിപൊളി ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പുറകെ 3-4 കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിക്കാതിരുന്നത്. ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൗസ് വാമിംഗ് ഉടനെ തന്നെ ഉണ്ടാകും. എല്ലാവരെയും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കുറച്ച് പേരെയൊക്കെ നമുക്ക് വിളിക്കുന്നുണ്ട്, നമുക്ക് പേഴ്സണലി അറിയാവുന്നവരെ കുറച്ച് പേര് വിളിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ മാനിച്ചായതുകൊണ്ട് പരമാവധി ചുരുക്കിയാണ് ആഘോഷങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഏതായാലും നമ്മൾ നമ്മുടെ കയറി താമസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഹോം ടൂർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ, നിങ്ങൾ അത് കാണാൻ മറക്കരുത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ ഇടാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്രിസ്മസ് സീരീസിന് ഒത്തിരി അധികം റെസ്പോൺസ് റീച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. നിങ്ങൾ ഒത്തിരി നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്നെ അറിയിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ നന്ദി ഞാൻ പറയുകയാണ് ഈ നിമിഷത്തിൽ. അത്രേ പറയുള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. നമ്മളെല്ലാവരും ഫോട്ടോസും അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്സും ഒക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളിങ്ങനെ കുറേ പടം വരച്ച് വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും എടുത്ത് കാണാനായിട്ട് സാധിക്കുകയില്ല. അതിനാൽ തന്നെ നമുക്ക് ഫ്രെയിം ചെയ്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളത് കാണുമ്പോൾ എപ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പെയിൻറ്റിങ് ചെയ്യുന്ന എല്ലാവരും ഒക്കെ വിചാരിക്കുന്നുണ്ടാവും, നമുക്ക് പെയിൻറ്റിങ് ചെയ്തേച്ച് ഫ്രെയിം ചെയ്ത് നമ്മുടെ ഭിത്തിയിലൊക്കെ തൂക്കണം എന്ന്. പക്ഷേ നിങ്ങൾ കടയിലൊക്കെ പോയി ചോദിക്കുമ്പോൾ ഉള്ള ഒറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പെയിൻറ്റിങ് തന്നെ ഫ്രെയിമിങ് ചെയ്യുന്നതിന് 300 രൂപയും 350 രൂപയുമാണ് കടകളിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ അല്ല. നമുക്ക് ഒരു 10-20 പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും അഫോർഡബിൾ അല്ല. ചിലർക്ക് അഫോർഡബിൾ ആയിരിക്കും. ഞാനിപ്പം അത്ര അല്ലാത്തവരായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾക്കപ്പോൾ അത് അഫോർഡബിൾ അല്ല, എനിക്ക് അഫോർഡബിൾ അല്ല. എന്തായാലും ഒത്തിരി അധികം ഒരു 10-20 ഫോട്ടോസും നമ്മുടെ പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അഫോർഡബിൾ അല്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷനാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ കണ്ടുപിടിച്ച പരിപാടിയാണ്. ഞാനിപ്പോൾ കടയിലൊക്കെ പോയി ചോദിച്ചിരുന്നു. എൻ്റെ ഞാനിപ്പോൾ ഒരു 10-20 ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസ് അല്ല, പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു ഫ്രെയിം ചെയ്യാനായിട്ട്. അത് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പം ഒരെണ്ണത്തിന് അവർ 250-300 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് അവർ ഫ്രെയിം ചെയ്യുന്നതിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് ഇത്രയും ഫോട്ടോസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല എൻ്റെ കേസിൽ. അതുകൊണ്ട് ഞാൻ അതിന് വേറൊരു മെത്തേഡ് അല്ലെങ്കിൽ വേറൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഫോട്ടോ ഫ്രെയിംസ് അവൈലബിൾ ആണ്, അത് കുറഞ്ഞ വിലയിൽ. അപ്പോൾ നമ്മുടെ ഫോട്ടോസും ഫ്രെയിംസും ഒക്കെ അവൈലബിൾ ആകുന്നുണ്ട്. അതിന് കുറഞ്ഞ ചിലവിലാണ്. പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, നമുക്ക് വഴിയെ അറിയാം. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്, നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഫ്രെയിംസ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇത്. ഇപ്പോൾ എനിക്ക് ഈ ഫ്രെയിംസൊക്കെ ഏകദേശം ടോട്ടലൊരു 500 രൂപ 600 രൂപയ്ക്ക് ഉള്ളിൽ എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു 5 ഫ്രെയിമുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഒരു ഫ്രെയിമിന് എത്ര രൂപയായി കാണുമെന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് ഫ്രെയിമിൻ്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സെറ്റ് ഓഫ് നമ്മുടെ ഫ്രെയിംസ് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഫോട്ടോ കാണാവുന്നതാണ്. നമുക്കിങ്ങനെ ആമസോണിൽ ഓരോ ഗ്രൂപ്പ്സ്, ഓരോ സെറ്റായിട്ട് കോംബോ ആയിട്ട് ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിളായ വിലയിൽ നമ്മുടെ പെയിൻറ്റിങ്സൊക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇത് ആമസോണിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലപ്പോൾ 5 ഫോട്ടോ ഫ്രെയിംസാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് അതിൻ്റെ പ്രോഡക്റ്റ്, ബിൽഡ് ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ആദ്യം ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതിനകത്തിപ്പോൾ 5 ഫ്രെയിംസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. നമുക്കപ്പോൾ ആ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. നമുക്കപ്പോൾ നേരെ അടുത്ത നമ്മുടെ ഫ്രെയിം സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കിങ്ങിലാണ് നമ്മുടെ ഈ ഫ്രെയിംസ് കിട്ടിയിരിക്കുന്നത്.
നമുക്കിപ്പോൾ ഫ്രെയിംസ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം പുറത്തേക്ക്. ആദ്യത്തെ ഒരു ഫസ്റ്റ് അപ്പിയറൻസിലെ കാര്യം പറയുകയാണെങ്കിൽ സംഭവത്തിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഈ സംഭവം നമ്മുടെ ഈ ഫൈബർ പോലത്തെ എന്തോ മെറ്റീരിയൽ കൊണ്ടാണ് ഫ്രെയിംസ് ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നു. ബിൽഡ് ക്വാളിറ്റി മോശം പറയാനില്ല എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത്ര നല്ല ബിൽഡ് ക്വാളിറ്റി ഒന്നുമല്ല. പിന്നെ ഇതിനകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് പുറത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് ഷീറ്റാണ്, അല്ലാതെ നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഗ്ലാസ് അല്ല. നമ്മുടെ എന്താ പറയുക, ഈ ആക്രിലിക് ഷീറ്റ് പോലത്തെ ഒരു ആക്രിലിക് ഷീറ്റ് അത്രയും കട്ടിയൊന്നുമില്ല, സാധാ നമ്മുടെ A4 സൈസിലുള്ള ഒരു ഗ്ലാസ് ഷീറ്റാണ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു ക്ലിപ്പാണ് നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ളത്. ക്ലിപ്പും അതേപോലെ തന്നെ നമ്മളത് ഫ്രെയിംസ് അതിനകത്തേക്ക് ഉറപ്പിച്ച് നിർത്തുന്ന 2-3 ചെറിയ ചെറിയ ബ്ലേഡ്സ് പോലത്തെ ഒരു എന്താ പറയുക, അതിന് ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സംഭവം വെച്ചാണ് അത് ഫ്രെയിംസ് അതിനകത്തേക്ക് ഒട്ടിച്ച് നിർത്തുന്നത്. അപ്പോൾ സംഭവത്തിന് ഏതായാലും വലിയ ബിൽഡിംഗ് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കിത് വേറെ വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചുമ്മാ ഒന്ന് നമ്മുടെ പെയിൻറ്റിങ്സൊക്കെ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഭിത്തിയിൽ വെക്കുന്നതല്ലേ ഉള്ളൂ. അല്ലാണ്ട് ആരും അങ്ങനെ ഭിത്തിയിൽ പോയിട്ട് വലിയ തൂങ്ങാനോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ലാന്ന് തന്നെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് ഒറ്റൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നുന്നത് അതിൻ്റെ ഗ്ലാസ് ഷീറ്റാണ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണോ എന്ന് നോക്കിയില്ല. ഞാൻ ചുമ്മാ ഓർഡർ കൊടുത്തു, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കിയുള്ളൂ. അതിൻ്റെ ഗ്ലാസ് ആണോ എന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതായാലും പക്ഷെ കുഴപ്പമൊന്നുമില്ല. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഈ സംഭവം ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഏതായാലും നിങ്ങൾ മേടിക്കുമ്പോൾ ഗ്ലാസ് ആണോ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണോ എന്ന് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ അത് ഓരോരുത്തരുടെ കൺവീനിയൻസിനനുസരിച്ച് വാങ്ങുക. ഗ്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് പ്രൈസ് കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ പെയിൻറ്റിങ് ഒരെണ്ണം ഫ്രെയിം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ പർച്ചേസിങ് ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3-4 കോംബോസ് ആയിട്ട് കൊടുത്തേക്കാം. 4 വരുന്നത് 5 വരുന്നത് അങ്ങനത്തെ ഓരോ കോംബോ ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഓരോന്ന് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ് ഏത് പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യണമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ 5 ഫോട്ടോ ഫ്രെയിംസാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 5 പെയിൻറ്റിംഗ് ആണ് നമുക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഫുൾ കൺഫ്യൂഷനിലാണ് ഏത് പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിനായിട്ട്. ഏതായാലും മനസ്സിൽ തോന്നി ഒരു 5-6 പെയിൻറ്റിങ്സ് എടുത്ത് ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ പെയിൻറ്റിംഗ് ഒക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് വലിയ പ്രൊസീജിയറോ അങ്ങനെ വലിയ പാടായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ആ ബാക്കിൽ കാണുന്ന ചെറിയൊരു ക്ലിപ്പ് ഒന്ന് ഉയർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്ലാസ് ഷീറ്റിനകത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ് അതിനകത്തേക്ക് വെച്ചിട്ട് ബാക്കിൽ ചുമ്മാ ഒന്ന് പ്രസ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ഒരു 4-5 പെയിൻറ്റിങ്സ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പൊള്ളയിൽ എനിക്കിഷ്ടപ്പെട്ട ഓരോ പെയിൻറ്റിങ് അങ്ങ് ചുമ്മാ അങ്ങ് ഫ്രെയിം ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഓരോരോ പെയിൻറ്റിങ്ങുകളും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സും നിങ്ങൾക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫ്രെയിമിൻ്റെ സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാറ്റേൺ ഒക്കെ ഉള്ള ഒരു ഫ്രെയിമാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിമുകളും നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിലുള്ള പർച്ചേസിങ് ലിങ്കിൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഭിത്തിയിൽ നമ്മൾ ചെയ്ത പെയിൻറ്റിങ്ങുകൾ വെച്ച് അത് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. ഈ പെയിൻറ്റിങ്സൊക്കെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഔട്ട്ഡോറിൽ പോയിട്ട് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എങ്ങനെ നമ്മുടെ വളരെ കുറഞ്ഞ ചിലവിൽ പെയിൻറ്റിങ്സൊക്കെ ഫ്രെയിം ചെയ്യാമെന്നൊക്കെ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ അങ്ങനെയുള്ളൊരു വീഡിയോ പോലും കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് എൻ്റെ വക ഒരു വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യനുകളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഇതിലും കിഡുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. This is Denit P. Noble signing off from Tech Art Vlog Safari.